ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ആര്യദേവി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശുചിത്വത്തെ കുറിച്ചിട്ടാണ്. ശുചിത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളുടെ കുളിയിൽ തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കുളിക്കുന്ന ടൈം ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെ സമയം നമ്മൾ കുളിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ രാവിലെ എണീറ്റ് അപ്പോൾ തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു പുതിയ ഉണർവ് നൽകുന്നു. നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നോർമൽ ആക്കാനായിട്ടും മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മളെ ആക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കുളി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം വേഗം തന്നെ പോയി കുളിക്കാനായിട്ട് പാടില്ല. എക്സസൈസ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കുളിക്കാനായിട്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ സർക്കുലേഷൻ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വേരി ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുന്നതായിട്ടും അതിലൊരു ചേഞ്ച് ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാഫ് ആൻ അവർ എങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോയി കുളിക്കുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ചൊന്ന് ഫ്രഷ് ആവാനും സർക്കുലേഷനൊക്കെ നോർമൽ ആവാനും അതുപോലെ മസിൽസിനൊക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറയാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഉടനെ പോയി കുളിക്കാനായിട്ട് പാടില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. സർക്കുലേഷൻ അവിടെ സാരമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കൂടുതൽ സർക്കുലേഷൻ വേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ഈ ഒരു ഡൈജഷന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സർക്കുലേഷൻ അവിടെ വേണം. പക്ഷെ നമ്മൾ പെട്ടെന്ന് പോയി കുളിക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കുലേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ അത് ഡൈജഷനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുമാണ്. അത് കാരണം നമുക്ക് വയറിന് കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പോയി കുളിക്കാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവും, നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് പോയി കുളിക്കുന്ന സമയത്ത് ഈ ഒരു സർക്കുലേഷൻ എഫക്റ്റ് ചെയ്യുകയും നമ്മുടെ ഒരു സർക്കേറിയൻ റിതം അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇത് കാരണം എഫക്റ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം ലഭിക്കാതിരിക്കാനുള്ള ചാൻസ് വളരെയേറെയാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നേ ആണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു സൂത്തനിങ് എഫക്റ്റ്, അതായത് നമ്മളൊരു ഉറക്കത്തിന് വേണ്ടി നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കൊരു പ്രോപ്പർ നല്ല ഒരു സ്ലീപ്പ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ചൂടുള്ള വെള്ളവും തണുപ്പുള്ള വെള്ളത്തിനെയും കാട്ടിലും നല്ലത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അതായത് ഒരു ലൂക്ക് വാം വാട്ടർ, ഒരുപാട് ചൂടല്ല ഒരുപാട് തണുപ്പും അല്ലാത്ത രീതിയിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അതായത് ഓയിൽ, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും നോർമലായിട്ടുള്ള ഒരു ഹൈഡ്രേഷനൊക്കെ നിലനിർത്താനായിട്ട് ഈ ഒരു വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കുളി കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കൂടുതൽ വെള്ളത്തിൽ നിൽക്കും തോറും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും. അത് ഒരു ഡ്രൈനെസ്സും ചൊറിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ഒരു കാരണമായി മാറിയേക്കാം. മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്